ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സീനാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. പുട്ടാണ് ഉണ്ടാക്കാനുള്ളത്. അജ്മീൻ്റെ നല്ല പുട്ടുപൊടി എടുത്ത് അതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഈ പുട്ടുപൊടി കുതിർന്ന് സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പൊടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പുട്ടിൻ്റെ പൊടിയിൽ നിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. കുറച്ച് പെരിഞ്ചീരകം കൂടി ചതച്ചെടുക്കുന്നുണ്ട്. ഒരു 2 സവോളയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 2 തക്കാളിയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി നമുക്ക് പരിപാടി തുടങ്ങാം. കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം സവോള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം കറിയിലേക്കും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, നമ്മൾ സവോള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിനിടയിൽ നമുക്ക് ചിക്കൻ ക്ലീൻ ആക്കാൻ പോവാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലോണം ഒന്ന് വഴറ്റി ഉടച്ചെടുക്കണം. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ വാരി വിതറാം. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളൊരു നാടൻ ഫ്ലേവറിൽ ചെയ്തെടുക്കുന്ന കറിയാണ്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ പെരിഞ്ചീരകം ചതച്ചിട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കറിക്കുണ്ടാവും. കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മളെ പുട്ടുപൊടി സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിരവെടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുക്കാൻ പോവാണ് കേട്ടോ. തേങ്ങയിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകവും ഒരു 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നമുക്കിതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണേ. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേ സമയം നമ്മൾ പുട്ട് കുറ്റിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ആവി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. കറി തിളച്ച് ഫൈനൽ ലുക്കാണിത്. നമുക്ക് വേണമെങ്കിൽ 2 ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് താളിച്ച് കറിയിൽ ഒഴിക്കാം. പുട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ചിക്കൻ കറി പുട്ടും കൂട്ടി ഒരു പിടി പിടിച്ചാലോ. ഇതൊരു നാടൻ സ്റ്റൈല് ചിക്കൻ കറിയാണ് കേട്ടോ. കൂടുതൽ അലങ്കാരങ്ങളും ആർഭാടങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കഴിക്കുമല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.